ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പ്രഭാവതി പി എൻ. കുറേ നാളായി വന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ. പനിയൊക്കെ പിടിച്ചു, ചുമ, ജലദോഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്നേക്കുന്നത് മൂഡ് സ്വിങ്സിനെ കുറിച്ചാണ്. സ്ത്രീകൾക്ക് ചിലപ്പം അല്ലേ, നമുക്ക് ചില സമയങ്ങളിലൊക്കെ കൂടുതലും മെൻസസ്സൊക്കെ ആവുന്ന സമയത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചേഞ്ച് വരിക. പിന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രകടമാക്കാൻ പറ്റും അല്ലേ, പ്രകടമായി കാണാം. അതങ്ങനെ പ്രകടമായിരിക്കും. പക്ഷേ പുരുഷന്മാരിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ ഭർത്താക്കന്മാർക്ക് എങ്ങനെയാലും എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അവർ പതിവിൽ വിപരീതമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് മൂഡ് സ്വിങ്സിൻ്റെ കാരണമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആരും അത് പറയില്ല. നേരെ പണ്ടത്തെ പോലൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമല്ലേ. പക്ഷേ ഇല്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബത്തിലെ പ്രാരബ്ധങ്ങളൊക്കെ കൂടുതലും പുരുഷന്മാരുടെ തലയിലായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മൂഡ് സ്വിങ്സ് വരാം. പിന്നെ പ്രായമാകും തോറും തന്നെ ഒരു ചില മാറ്റങ്ങളുണ്ടാകും പ്രായം തോറും. പിന്നെ വ്യായാമക്കുറവ് കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും അങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ കൊണ്ടുമൊക്കെ പിന്നെ ഈ മൂഡ് സ്വിങ്സ് വരാം. പല അസുഖങ്ങൾ മൂലവും ഈ മൂഡ് സ്വിങ്സ് വരാം. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. പെണ്ണുങ്ങൾക്ക് മാത്രമേ മൂഡ് സ്വിങ്സ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ എപ്പോഴും എല്ലാവരും മൂഡ് സ്വിങ്സ് വരുമ്പോൾ തന്നെ അതെൻ്റെ മൂഡ് സ്വിങ്സ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും മാറി നിന്നോണം. പക്ഷെ പുരുഷന്മാർക്കും ഉണ്ട്. പുരുഷന്മാരെ നിങ്ങൾ മാറി നിന്നിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അവർക്ക് പതിവ് വിപരീതമായ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ മൂഡ് സ്വിങ്സ് ആണ്. ചോദിച്ച് മനസ്സിലാക്കുക, വെറുതെ ദേഷ്യപ്പെടരുത്. അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്ത് കാരണത്താലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് നോക്കുക. എന്ന് വേണ്ട ചികിത്സിക്കേണ്ട ആവശ്യമാണെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാം. നമ്മുടെ ഒരു സ്വാതന്ത്ര്യം ചിലപ്പം ആ ഒരു പ്രശ്നം അയാളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യം മതിയാവും. അതാണെങ്കിൽ അത് കൊടുക്കുക. ഇല്ല, കൂടുതലായിട്ട് സംസാരിക്കുക. സംസാരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ വ്യായാമം എടുക്കുക, നന്നായി ഉറങ്ങാൻ വിടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ആഹാരം നന്നായി കഴിക്കാൻ പ്രേരിപ്പിക്കുക. ഈ വക കാര്യങ്ങൾ. കാരണം കുടുംബത്തിന് വേണ്ടി ഒരുപാട് കൂടുതലായിട്ട് പണ്ടത്തെ പോലെ തന്നെയാണെങ്കിൽ ഇന്നും പുരുഷന്മാർ കൂടുതലായിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ എല്ലാവരും അവരവർ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക. അവർക്ക് മൂഡ് സ്വിങ്സ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ മൂഡ് സ്വിങ്സ് വന്ന് അവർ വേറെ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുടുംബം മൊത്തം തകരാറിലാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഭാര്യമാർക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് ഭാര്യമാരും മനസ്സിലാക്കുക. ഭർത്താക്കന്മാർ പിന്നെ ആ സ്വിങ്സ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ് പുരുഷന്മാർക്കുണ്ട്. ഭാര്യമാരെ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടേതനുസരിച്ച് പെരുമാറുക, അവരെ സ്നേഹിക്കുക, പരിചരിക്കുക, എല്ലാവിധ കാര്യങ്ങളും ചേർത്തു അവർ മൂഡ് സ്വിങ്സ് പമ്പ കിടക്കും കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.